പറഞ്ഞതുപോലെ തന്നെ പോലീസിന്റെ അന്വേഷണത്തിൽ കുറച്ച് കടമ്പകൾ കടക്കാനുണ്ട്. എന്നിരുന്നാലും ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ ഇതിലേക്ക് എത്താൻ സാധിക്കും. ഈ 3 സ്ത്രീകൾ, ബിന്ദു, ജൈനമ്മ, ഐഷ, ഇവര് 3 പേരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആളുടെ വീടും പരിസരവും നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ നിന്ന് ആ മൃതശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കരിഞ്ഞ മൃതശരീരത്തിന്റെ ചെറിയ അസ്ഥികളുടെ എണ്ണം 150ഓളം അസ്ഥികൾ അവിടെ നിന്ന് കിട്ടിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിപ്പോൾ ആരുടേതാണ് എന്ന് പറയാൻ സെബാസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയുള്ളൂ. സെബാസ്റ്റ്യൻ ഇപ്പം ഹാർട്ട് പേഷ്യന്റ് ആണ്, ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നുണ പരിശോധനയ്ക്ക് തന്നെ വിധേയനാക്കരുത് എന്ന് കോടതിയുടെ ഉത്തരവ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉന്നയിച്ച് നേടിയിട്ടുമുണ്ട്. അപ്പൊ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അന്വേഷണം ക്രൈംബ്രാഞ്ചാണ്. വളരെ സങ്കീർണമായിട്ടുള്ളതും വളരെയധികം റിസ്ക് ഉള്ളതുമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇതിലുള്ളത്. ഈ പറഞ്ഞതുപോലെ തന്നെ കാലപ്പഴക്കം ഇതിനൊരു തടസ്സമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പം ഏറ്റവും അവസാനമായി നമ്മൾ കാണുന്നത് ഇതിൽ ഉൾപ്പെട്ട സ്വർണമെന്നുള്ള ഒരു സ്വർണം വിൽപ്പന നടത്തുക, ആദ്യം പണയം വയ്ക്കുകയും പിന്നെ വിൽപ്പന നടത്തുകയും ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ചേർത്തലയിൽ തന്നെയുള്ള ജുവലറിയും ഫൈനാൻസിലുമൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് തെളിവിലേക്ക് വന്നു കഴിയുമ്പോൾ സെബാസ്റ്റ്യൻ എത്രമാത്രം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൽ നമ്മൾ അറിയേണ്ടതും. അതായത് ഡയറക്റ്റ് ആയിട്ട് ഒരു എവിഡൻസ് ഇല്ലാത്ത രീതിയിൽ അത്രമാത്രം ശക്തമായിട്ട് ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒന്നിലധികം കൊലപാതകങ്ങൾ നടത്താൻ പ്രാപ്തിയുള്ള ഒരാളാണ് എന്നാണ് മാധ്യമങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാളെ ആദ്യഘട്ടത്തിൽ ഒന്നും ബ്രേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും തുറന്നു പറയുമെന്നോ ഏതെങ്കിലും തെളിവുകൾ തരുമെന്നോ നമുക്ക് കരുതേണ്ടതില്ല. സ്വാഭാവികമായിട്ടും അയാൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. അയാൾ ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അയാൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. അയാൾ ചെയ്യുന്നത് വളരെയധികം ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ്. പിന്നെ അയാൾ സ്ഥലവും പണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കച്ചവടങ്ങളും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. പ്രായമുള്ള ആളാണ്. കാലങ്ങൾ ആ രീതിയിൽ അതിലൂടെ കടന്നുപോയിട്ടുള്ള ആളുമാണ്. ഇപ്പൊ ഈ 3 പേരുടെ തിരോധാനം എന്നുള്ളതിനേക്കാൾ ഉപരി ഇയാൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് കഴിഞ്ഞിരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചും അന്വേഷണം നടത്തേണ്ടത് ഉണ്ട്. കാരണം ആ നാട്ടിലുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ എങ്ങനെയാണെന്നുള്ളത് വ്യക്തമാവും. പോലീസ് ശരിയായ രീതിയിൽ ഇന്റലിജൻസ് വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ ശാസ്ത്രീയമായ തെളിവുകളുടെ ബന്ധപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടുള്ള അന്വേഷണം കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇതിനായിട്ട് അഭികാമ്യമായിട്ടുള്ളത്. മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പം ഇതിന്റെ ഡെഡ് ബോഡി അല്ലെങ്കിൽ ശരീരാവശിഷ്ടങ്ങൾ മണ്ണിലടിയിൽ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുവാൻ സഹായിക്കുന്ന രീതിയിലുള്ള യന്ത്ര സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അതായത് മൈനിങ് ആൻഡ് ജിയോളജി അല്ലെങ്കിൽ NCESS എന്ന് പറയും, നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് എന്നുള്ള ആ ഒരു ടീമിന്, അത് നാഷണൽ കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അവർ ഈ മൈനിങ്ങിന്റെ ആവശ്യത്തിലേക്ക്, പുരാവസ്തു ആർക്കിയോളജി ഇങ്ങനെയുള്ളതിന്റെ ആവശ്യത്തിലേക്കുമായിട്ട് ഉപയോഗിക്കുന്ന യന്ത്രമാണ്. അപ്പൊ അതിന്റെ സഹായം തേടാനായിട്ട് ക്രൈംബ്രാഞ്ച് അപേക്ഷ അല്ലെങ്കിൽ അതിനുള്ള റിക്വസ്റ്റ് നൽകി എന്നുള്ളത് മനസ്സിലാക്കുന്നു. അപ്പോഴങ്ങനെ ശരീരഭാഗങ്ങൾ അങ്ങനെ മണ്ണിനടിയിൽ ഉണ്ട് എങ്കിൽ കണ്ടെത്താൻ സാധിക്കും. അയാളുടെ പറമ്പിലോ വീട്ടിലോ ശരീരഭാഗത്തിന്റെ അവശിഷ്ടം അതായത് വിശദീകരണം നൽകാൻ പറ്റാത്ത രീതിയിലേക്ക് വന്നു കഴിയുമ്പോൾ അയാൾ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. അനുബന്ധമായ തെളിവുകൾ പോലീസ് ശേഖരിക്കുന്നതിലാണ് ഇതിലെ അയാളെ ബ്രേക്ക് ചെയ്യുക. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അയാളുടെ കുറ്റസമ്മതമോ അല്ലെങ്കിൽ ആ തെളിവുകൾ അയാൾ തന്നെ നേരിട്ട് തരുന്നതിലേക്ക് എത്താൻ പറ്റും. കാരണം ഇയാൾക്ക് നല്ല രീതിയിലുള്ള നിയമസഹായം കിട്ടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അയാളെ ഓരോ കാര്യങ്ങൾക്കും കോടതിയെ സമീപിക്കുകയും അതിന് അനുകൂലമായുള്ള ഉത്തരവുകൾ വാങ്ങാൻ പറ്റുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് അന്വേഷണത്തേക്ക് പ്രതികൂലമായി ബാധിക്കുന്നതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.